റെഡി സർ. 3. അപൂർവങ്ങളിൽ അത്യപൂർവമായ കുറ്റകൃത്യം വെളിവായതുകൊണ്ട് ഈ കോടതി നിങ്ങളെ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പായുള്ള പരമാവധി ശിക്ഷയായ മരണം വരെ തൂക്കിക്കൊല്ലുന്നതിനായി ഉത്തരവായിരിക്കുന്നു. മകള് തടവിൽ കിടക്കുന്നത് കാണേണ്ടി വന്ന ഒരച്ഛന്റെ വിധി. പ്രസിഡന്റ് കനിഞ്ഞ ഭാഗ്യം, അതാണ് അവസ്ഥ. നിങ്ങൾ സത്യം പറഞ്ഞാൽ രക്ഷപ്പെടുന്ന ഒരു ജീവൻ. ഞങ്ങളത് പറയില്ല, കാരണം അറിയാം, ശരിക്കറിയാം. ഇനി ഒരാൾക്ക് അവനെ രക്ഷിക്കാനാവും. സൃഷ്ടിച്ച ദൈവം തമ്പുരാനല്ല, കൊന്നവന്. അല്ല, അവൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ വിവാഹം, എന്റെ അമ്മച്ചി ഒറ്റയ്ക്ക്, ആദ്യം പാർട്ടി. യുഗയുഗാന്തരങ്ങളായി ചെത്തിമിനിക്കിയ ഈ പുണ്യഭൂമി, ഈ മണ്ണിലും വായുവിലും വെള്ളത്തിലുമെല്ലാം കാളകൂടം നിറയ്ക്കാൻ നമുക്കെന്താണ് അവകാശം? അവരോട് മാറിയിരിക്കാൻ പറയടോ. എല്ലാം നിങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു. നമുക്ക് ചില പരിമിതികളുണ്ട്. എന്റെ കുടുംബം സംരക്ഷിച്ചോളാന്ന് പറഞ്ഞതോ പാർട്ടിയാണ് നമ്മുടെ കുടുംബം. ഞാൻ പാർട്ടിക്ക് വേണ്ടിയാണ്. ഞാനും പാർട്ടിക്ക് വേണ്ടി മരിക്കാനല്ല, സത്യം പറയാൻ ആണത്തം വേണ്ടത്. സ്നേഹിപ്പൂ നിന്നെ ഞാൻ എന്തിനെന്നില്ലാതെ, നേരമോർക്കാതെയും വേര് തേടാതെയും ആത്മസങ്കീർണതയ്ക്കക്കരെ ചെന്നെത്തി. ഞാനെന്ന ഭാവത്തിനപ്പുറം നിന്നിതാ. സ്നേഹിപ്പൂ നിന്നെ ഞാൻ, സ്നേഹിപ്പൂ നിന്നെ ഞാൻ, സ്നേഹിപ്പൂ നിന്നെ ഞാൻ, നേർക്ക് നേരെ സഖി.